ഏതെങ്കിലും ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു ബൈറ്റ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒരു കാര്യമില്ലെങ്കിൽ അയാളെ തെറി വിളിക്കലായിരിക്കില്ല ആദ്യത്തെ കമന്റ്. അതാണോ സംസ്കാര സമ്പന്നരായ ഒരു ജനസമൂഹത്തിന്റെ പ്രവർത്തന രീതി? നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റ് ആണ് ഒരു മനുഷ്യന്റെ മനോഭാവം. അവൻ ആരെയും പേടിയില്ലാതെ അവൻ യഥാർത്ഥം എന്താണോ എന്നുള്ളത് വെളിവാക്കുന്ന ഒരു സ്ഥലമാണ് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഒരു അളിഞ്ഞ കമന്റുകൾ കൂടുതൽ വരുന്നത്, അല്ലെ? വിമർശിക്കേണ്ട ഒരു രീതിയിലോ നമ്മളുടെ ഒരു സാംസ്കാരിക, നമ്മൾ ഈ പറഞ്ഞ ഔന്നത്യത്തിൽ നിന്ന് വിമർശിക്കുന്ന അയാൾ അതിനേക്കാൾ ഉന്നതത്തിലാണെന്ന ചിന്തയിലാണല്ലോ അത്തരം വിമർശനങ്ങൾ ഉണ്ടാക്കുന്നത്. അതോ പ്രകടമാക്കുന്ന രീതിയിലാണോ, അതോ പച്ചത്തെറിയാണോ അവിടെ എഴുതി വെക്കുന്നത്? ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറേയധികം ആകുലതകൾ കണ്ടു. ചില ആളുകൾ പറയും തെറി വിളിക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞ് പൂര തെറി വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ടീമുകളെ പോലെ ചില ഉപദേശങ്ങളും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടു. ഈ ആളുകളുടെ മക്കൾ എമ്പതി ഇല്ലാത്ത ആളുകളായി, ബഹുമാനമില്ലാത്ത ആളുകളായി മറ്റുള്ള ആളുകളുടെ മെക്കിട്ട് കയറിയിട്ട് ഈ ആളുകൾ തന്നെ ആകുലത പങ്കുവയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫേസ്ബുക്കിൽ കയറി കഴിയുമ്പോഴത്തേന് തനി കുണം പുറത്തേക്ക് വരും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ടോക്സിസിറ്റിയുടെ അങ്ങേയറ്റം. ഇത്ര വൃത്തികെട്ടവന്മാർ പേരൻസ് ആയിട്ടുള്ള മക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഇവന്മാരൊക്കെ വന്നിട്ട് ആകുലത പങ്കുവയ്ക്കും. ബാക്കിയുള്ള ആളുകൾ ഡ്രസ്സ് ധരിക്കുന്നതിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ്. വിമർശനങ്ങൾ പങ്കുവയ്ക്കുന്ന രീതി, വിമർശനങ്ങൾ പങ്കുവയ്ക്കാം വളരെ മര്യാദയോടെയും ഇത്തിരി കടുപ്പിച്ചൊക്കെ വിമർശനങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. വിമർശനമൊന്നുമില്ല, പോയിന്റ് ഒന്നുമില്ല, ചുമ്മാ തെറി മാത്രമേ ഉള്ളൂ. തെറി അങ്ങ് വിളിക്കുക.